ഞാൻ വിളിച്ച മോനെ മോനെ ഹലോ നീച്ചിക്കായിരുന്നു അത് ഉറങ്ങായിരുന്നു നീച്ചിക്ക് എന്നിട്ട് പിന്നെ എന്താ നീക്കാതെ വെറുതെ കിടക്കായിരുന്നു പിന്നെ അടച്ചോനെ എന്താ ഉറക്കം തെളിഞ്ഞിട്ടില്ലല്ലേ? ചായ കുടിച്ചോ? ഒരു 2 മിനിറ്റ് ഇരുന്നളേ ഒന്ന് ഇങ്ങനെ ആടിക്കൊഴിഞ്ഞു പോണ്. അപ്പൊ എന്തെന്ന് വഴുകി തല്ലോ ചെക്കന്മാര്? ഇന്നലെ ഞാനും ഉണ്ടാകുന്നില്ലേ? ഞാൻ എന്നിട്ട് നേരത്തെ ഒന്ന് കിടന്നല്ലോ. അങ്ങനെ നല്ല ഉറക്കഭ്രാന്തില അല്ലേ? ഉറക്കഭ്രാന്തില ഞാൻ പോണോ? എനക്ക് കുറച്ചേരം കൂടി കിടന്നുറങ്ങണോ? എന്റെ അമ്മ പറഞ്ഞു ഓനെ നീപ്പിച്ചെന്ന്. അല്ലെ നീ കിടക്കണോ? എന്ത് ചായ കുടിക്കേണ്ട കാര്യമാണ്. കല്യാണം? കല്യാണത്തിന് പോവാ, ചായ കുടിക്കുക വേണ്ട. കല്യാണം ഉച്ചക്കല്ലേ? അന്ന് നമ്മുടെ ഉദ്ഘാടനത്തിനും പോവാണ്ട്. ഓക്കെ അല്ലേ? പല്ലിയൊക്കെ ഉണ്ടേ? വെള്ളം കുടിച്ചണം. അതിനൊക്കെ മൂത്തന്മാരുടെ അടുത്ത് കൂടെ ഒക്കെ പോണോ? ചെക്കി മാറവള് അല്ല എന്താ ഇപ്പൊ ഇതിനൊക്കെ പോയിട്ട് ഇവിടെയും അപ്പൊ ഞാന് ഇവിടെക്കും അവനും പണി അവിടെ ഞാന് അമ്പ് എല്ലാ എന്തിനും എല്ലാ പേരും മാമണ്ട ഇവിടെ ഉച്ചയ്ക്കും പൂച്ചും മാമണ്ട ഉച്ചക്ക് അല്ലല്ല കല്യാണത്തിന് മാമു വേണ്ട അല്ല അതൊരു പ്രത്യേകം. അല്ല ഈ മൂത്തന്മാരുടെ കൂടെ പോയിട്ട് എന്താ പറയാ? എന്നിട്ട് ഫോൺ ചാദിക്കും. ഫോണില്ല ചായക്കും. അതിനൊരു ഉച്ചക്ക് ഇരിക്കും ഉറങ്ങും. അല്ലെ മൂത്തന്മാരുടെ ബുദ്ധിനൊക്കെ പോയിട്ട് ഓലോടെ എന്താ പറയലെന്ന് ചോദിക്കണേ? ചരേരി അപ്പം മാമന്താണ് അപ്പരി അമ്മയാരി അപ്പരി. അങ്ങനെ പല്ലിയേക്കല് കഴിഞ്ഞു. അത് ഞങ്ങള് മെല്ലെ സ്കിപ്പ് ചെയ്തു. കാരണം പല്ല് തേക്കുമ്പോ പല്ല് തേക്കണ സമയത്ത് സൽമാന് ടീഷർട്ടും എല്ലാം ഊരിടും. മേത്തൊന്നും ടീഷർട്ടിലൊന്നും വെള്ളാൻ പാടില്ല. അപ്പോ അത് കഴിഞ്ഞ് ഇതാ ചായ കുടിക്കാൻ വേണ്ടി നിക്കാണ്. അപ്പൊ ചായ കുടിയിലാണ്. എനിക്കോ എടാ ഞാൻ എന്റെ തൊള്ളേന്റെ ഇങ്ങനെ വരുമ്പോൾ എടുത്ത് മാറ്റിയില്ലേ? ആയിക്കോട്ടെ. ഞാൻ നിങ്ങളുടെ ഇങ്ങനെ കണ്ടിരുന്നുണ്ട്. എനിക്ക് വേണ്ട എൽമക്ക് തരാന്ന് പറഞ്ഞിട്ട് ഞാൻ തൊള്ളേന്റെ ഇങ്ങനെ ചെന്നപ്പോ വയണ്ട് ഇങ്ങോട്ട് ചെന്നപ്പോ ഓൻ ഒറ്റ എടുക്കല. എനിക്ക് വേണ്ട കോമഡി. പിന്നെ പറ്റിക്കോ? തൊള്ളേണ്ട് വരുമ്പോ എടുക്കാൻ നിൽക്കരുത്. അജമന് കടി തന്നില്ല. റഷീദോ? റഷീദ് ഉണ്ടായിരിക്കും ഇവിടെ വീഡിയോ എടുക്കണെന്ന് അറിയണേ. ഇനി പറഞ്ഞു ഗൾഫിക്ക്. റഷീദ് നാളെ ഗൾഫിക്ക് പറഞ്ഞ റഷീദ് ഓന്റെ മൂത്ത ജ്യേഷ്ഠനാണ് സൽമാൻ. അപ്പൊ റഷീഖാന്റെ ഓളോ ഷേല, മകന്റെ വൈഫ് ഷേല, എല്ലാരും കൂടെ നാളെ
പോവും. മക്കളെ അടുത്തേക്ക് പോവാണ് ഒക്കെ പോവും. ഷാഹിദ് അപ്പൊ ഞാന് ഉണ്ണി അപ്പു അത് ആ ഇവിടെ ഉണ്ണി അഫു ഷാഹിദ് അവിടെ വരൂ. അപ്പൊ ഞാൻ നിക്കാറ്. നിക്കാഹ് സർഫുന്റെ നിക്കാഹ് ആ തൗണ്ണി എന്ന് പറഞ്ഞാൽ അൽത്താഫ് അൽത്താഫ് ഉണ്ണിനെയാണ് തൗണ്ണി അറിയുന്നത്. അപ്പൊ ഞാൻ ആദ് പറഞ്ഞ ഷാഹിദ് അതിനെയാണ് ആദ് എന്ന് പറയുന്നത്. അത് ഞാന് അഫു പറഞ്ഞ ഷറഫു. അപ്പു ആ അവിടെ ഞാന് ടൗണി. ഇവര് മൂന്നാളും ദുബൈയിലാണ്. അവിടെ ഇങ്ങനെ അപ്പുണ്ണി ഒപ്പിന് ചെയ്യും. ആ ആ എന്നിട്ട് ഇവര് പോയി വരുമ്പോ ഷറഫു ഓരോപ്പം പോരും. അപ്പൊ ഞാനിങ്ങനെ പൂറാ പോവാ. ആ കൊണ്ടുവരാന് പൂറാ പോവാ. ആ. മുണ്ടപ്പായ പിടിച്ച ആ മുണ്ടപ്പായ വണ്ടി വിളിച്ചിട്ട് ഞാൻ പൂറാ പോവാ. ആ ഞാന് ആ. ചെക്ക ആ. ഉവാവു ഉം. അവരകത്ത് ഉം. പിന്നെ മുട്ടം ഉം. പിന്നെ ഉവാവു ഉം. പിന്നെ എല്ലാരും പാടെ പോവാ. പോവുക. അത്താറ് ആച്ചിക്ക് അഫി പൂറാ പോവാ. ഉം. ആ ആ എന്റെ ഉത്ത ആ ആ ഞാൻ പോവാ. ട്രാവലർ വിളിക്കേണ്ടി വരും മിക്കവാറും. ആ ആയിക്കോട്ടെ. ഇവരെ കൊണ്ടുപോകാനേ ഇവരെ ആദ്യം ഇവിടെ നിന്ന് പോട്ടെ. അത് വരുമ്പോ പോട്ടെ. ആ. നാളെ പോവും. ആ ആയിക്കോട്ടെ. എന്നിട്ട് അഫുന്റെ ഇക്കാവും. അതിവിടെ അപ്പം ഞാൻ പുള്ളി അത് അപ്പുട്ടാ പുള്ളി ഇവിടെയോ അവിടെ നിക്കാവും. അങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങള്. ഇങ്ങനെ ശ്രദ്ധിക്കണം. ഡ്രസ് എടുക്കണം നിക്കായിന്. ഈ വോട്ട് കോട്ടോ. ആ ആ അതൊക്കെണ്ടാവും. എനിക്കുണ്ടോ? ആ ഞാൻ ഇജു കോട്ട്. അതേ വോട്ട്. ആ മനെ എങ്ങോട്ടെന്നാ? ഏ ആ അവിടെ കാണാം. ഏ എവിടുന്ന്? കല്യാണത്തിന്റെ അവിടുന്ന് കാണാം. അപ്പൊ ഈ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് പോലും ചെയ്യാം. പോവാ. എവിടക്ക്? അപ്പായ കുപ്പായ എടുക്കാനോ? ആർക്ക്? പൂച്ചേ? പൂച്ചയുടെ കുട്ടിക്കോ? ആ അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ആലോചിക്കാം. ഞാൻ ഇവിടെ കേട്ടോ. ഓക്കെ. അസ്സലാമു അലൈക്കും.